blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള സ്പോൺസേഴ്സിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോസഫിനായും രമ ജോസഫിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ 2 പെൺമക്കളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. നല്ല ജോലി ലഭിക്കാനും ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടാനുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മൂത്ത മകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ അങ്ങ് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോസഫിനെയും രമയെയും അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് ആത്മീയം ഭൗതികമായ സകല നന്മകളാലും ഈ കുടുംബത്തെ അങ്ങ് നിറയ്ക്കുന്നതിനായി നന്ദി പറയും. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ടോപ്പിക്, ദ പർപ്പസ് ഓഫ് സഫറിങ്സ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുടെ ഉദ്ദേശ്യം എന്ത്? അതിൻ്റെ ചില കാര്യങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെയായി നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം, നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം തെളിയിക്കുവാനും യേശു വരുമ്പോൾ ബഹുമാനവും തേജസ്സും ഒക്കെ ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ കഷ്ടതകളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. മറ്റൊന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പലതും വീണ്ടെടുക്കുവാൻ വേണ്ടി വളരെ മോശമെന്ന് തോന്നുന്ന കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയതയെ, പ്രാർത്ഥനാ ജീവിതത്തെ, ദൈവത്തോടുള്ള അടുപ്പത്തെ ഒക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം കഷ്ടതകളെ ഉപയോഗപ്പെടുത്താറുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇറ്റ് ക്യാൻ റിവീൽ ഗോഡ്സ് പവർ. ബൈബിളിൽ യേശു ഒരിക്കൽ ഒരു തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നൊരു കാര്യമാണ്, ബർത്തിമായി എന്ന് പേരുള്ള ഒരു കുരുടൻ യേശുവിൻ്റെ പിന്നാലെ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. താൻ തൻ്റെ ആ വല്ലാത്ത കഷ്ടതയുടെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ വിളിച്ചപ്പോൾ യേശു നിന്നു. യേശു തന്നെ സൗഖ്യമാക്കി തൻ്റെ കണ്ണുകൾ തുറന്നു കൊടുത്തു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? കഷ്ടതയിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കഷ്ടത നമ്മളെ ഒടുക്കിക്കളയുകയല്ല ചെയ്യുന്നത്, പകരം ദൈവശക്തി നമ്മിൽ വെളിപ്പെടുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാറുകയും ചെയ്യും. അടുത്ത ഒന്ന്,
sufferings can be refining in our lives. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പലപ്പോഴും നമ്മിലുള്ള മാലിന്യങ്ങളെ കരട് നീക്കം ചെയ്യുന്നതിന് ദൈവം ഉപയോഗപ്പെടുത്താറുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രധാനമായ പദ്ധതി അതൊന്നുമല്ല. നമ്മളെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്, നമ്മളെ ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ ശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും നമ്മളിത് പ്രയോജനപ്പെടുത്താറില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ, ടഫ് സിറ്റുവേഷൻസിനെ, പ്രയാസങ്ങളെ നമ്മുടെ ലൈഫിലുള്ള കരട് നീക്കത്തിന് വേണ്ടി, മാലിന്യങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതൊരു റിഫൈനറിയായി പലരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതി അതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൂടാതെ, പാപം കൂടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാത്തത് കൊണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും കഷ്ടതകൾ അനുവദിച്ചെന്നിരിക്കും. ആ കഷ്ടതകളിലൂടെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും റിപ്പൻ്റ് ചെയ്യുകയും നമ്മളൊരു ആത്മപരിശോധന നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒത്തിരി തെറ്റുകളൊക്കെ എന്നിലുണ്ട്, അതൊന്നും ഇനി വേണ്ട. നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി ഒരു റിഫൈനിങ് പ്രോസസ്സായി പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ദൈവം അതിനെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ജോബ് അല്ലെങ്കിൽ ഇയോബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസത്തിലൂടെയൊക്കെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാ: നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും, ശുദ്ധീകരണം പ്രാപിച്ച് ഞാൻ വെളിയിൽ വരും. ദൈവത്തിൻ്റെ വിരലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കഷ്ടത വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്ത് വന്നാലും പേടിക്കാനില്ല. കാരണം ദൈവമാണ് പണിയുന്നത്, ദൈവമാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എത്തേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. എത്ര വലിയ പ്രയാസം സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം ദൈവം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ശരിയാക്കിക്കോളും. എന്ത് വന്നാലും അവസാനം അതിലൂടെ നന്മ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരൂ, ഉറപ്പ്. കാരണം ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം വ്യക്തമായി അത് നമ്മോട് പറയും. സഫറിങ്സ് ക്യാൻ ബി റിവാർഡിങ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമ്മുടെ ലൈഫിലേക്ക് വലിയ പ്രതിഫലങ്ങളെ കൊണ്ടുവരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിലൊരു ദാവീദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഗോലിയാത്തിനെ നേരിടേണ്ട ഒരു അവസ്ഥ, ഭയങ്കര ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ നേരിടുന്നത്. ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ ദാവീദിനേക്കാൾ ഒത്തിരി മടങ്ങ് വലിപ്പമുള്ള അജാനുബാഹുവായ ഒരു വ്യക്തിയാണ്, ഒരു മല്ലനാണ്. ദാവീദ് അവൻ്റെ മുമ്പിൽ വളരെ ചെറിയവനാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഗോലിയാത്തിനെ താൻ നേരിട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ലൈഫിൽ ഒരു വലിയ പ്രതിഫലം ലഭിച്ചു. അവിടുത്തെ രാജാവിൻ്റെ മകളെയാണ് തനിക്ക് വധുവായി ലഭിച്ചത്. കൂടാതെ അതോട് ചേർന്ന് തൻ്റെ രാജ്യത്വത്തിലേക്കുള്ള നടത്തിപ്പും ഒത്തിരി അവസരങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ തുറന്നു വന്നു. കഷ്ടതകൾ പലപ്പോഴും നമുക്ക് പ്രമോഷൻ കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ചിന്തിച്ചു നോക്കാമോ? യേശു കഷ്ടം സഹിച്ച് ഇല്ലാതായി പോവുകയല്ല ചെയ്തത്. താൻ കഷ്ടം സഹിച്ച ശേഷം ഏറ്റവും വലിയ കഷ്ടം താൻ സഹിച്ചതുകൊണ്ട് ഏറ്റവും വലിയൊരു പ്രമോഷൻ തനിക്ക് ലഭിച്ചു. എന്ന് വെച്ചാൽ ഏറ്റവും താഴേക്ക് താൻ താഴ്ത്തിയത് കൊണ്ട് ഏറ്റവും ഉയരത്തിലേക്ക്, പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് യേശു ഉയർത്തപ്പെട്ടു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോട് എനിക്ക് വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് നിങ്ങൾ വലിയ കഷ്ടതകളിലൂടെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, ലെറ്റ് മീ പ്രൊഫസൈ, an exaltation is coming, a promotion is coming. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച നൽകുവാൻ ദൈവത്തിൻ്റെ വിരലുകൾ ചില കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഫറിങ്ങിന് ശേഷമാണ് പ്രൊമോഷൻ വരുന്നത്, എക്സോൾട്ടേഷൻ വരുന്നത്, പുതിയ വാതിലുകൾ തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിഫലം കൊണ്ടുവരുന്ന ഒന്നായി
മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കഷ്ടതയെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ പ്രതിപാദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തേക്കാണ്. 2 കൊരിന്ത്യർ 1 അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങൾ ഈ സമയത്ത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ബൈബിൾ തുറന്ന് അതൊന്ന് നോക്കുക, ഈ ഭാഗം കുറിച്ചു വയ്ക്കുക, അത് അനലൈസ് ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ദിസ് ഈസ് സംതിങ് റിയലി അമേസിങ്. മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസത്തിൻ്റെയും ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തുന്നത് മനസ്സലിവുള്ളൊരു പിതാവായിട്ടും സർവ ആശ്വാസത്തിൻ്റെയും ദൈവമായിട്ടുമാണ്. ഈ ദൈവത്തെ വാഴ്ത്തിയ ശേഷം 4-ത്തെ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ സകല കഷ്ടതകളിലും, താൻ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോയി, കഷ്ടതകളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു കാര്യം അറിയാം, ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും അകത്തൊരാശ്വാസം ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചോദിക്കും, ഇത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ചേച്ചിക്ക് എങ്ങനെ ഇത് പിടിച്ചു നിൽക്കാൻ കഴിയും? ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ സഹോദര നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയും? ഇതൊക്കെ മറ്റുള്ളവർ ചോദിക്കും. കാരണം സകല ആശ്വാസങ്ങളുടെയും ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഒരാശ്വാസത്തെ പകർന്നുകൊണ്ടിരിക്കും. ഇതാണ് പൗലോസ് പറയുന്ന അനുഭവം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ സഹായിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കും. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? ദ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് സഫറിങ്സ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടാനുഭവങ്ങളുടെ നല്ല വശങ്ങൾ, അതിൽ നിന്ന് നമ്മിൽ ഉളവാകുന്ന നല്ല കാര്യങ്ങൾ എന്തെല്ലാം? അതിലൊന്നാണ് ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം: ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ സഹായിപ്പാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കുന്നു. എന്തുകൊണ്ട്? ഞങ്ങൾ കഷ്ടതയിലൂടെ പോയതുകൊണ്ട്. ഇൻ അതർ വേർഡ്സ്, the Lord gives us, God gives us an experiential knowledge so that we can comfort others. ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ അതുപോലെ പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ദൈവം ഒരു കഴിവ് നൽകുന്നു. ദിസ് ഈസ് സംതിങ് റിയലി അമേസിങ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ പൊട്ടിക്കരയാറുണ്ട്. പലപ്പോഴും പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുനീര് എൻ്റെ ഈ കയ്യിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ പേരുടെ കണ്ണുനീർ. ഇന്ന് അവരുടെ കഷ്ടതയിൽ എനിക്കൊരു മനസ്സലിവ് കാണിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയതുകൊണ്ടാണ്. ആ പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ട് ഇന്ന് അതേ പ്രശ്നത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നൊരു ശുശ്രൂഷ സ്വീകരിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. ഒരു മദ്യപാനിയായ ഒരു വ്യക്തിയുടെ ഭാര്യ വന്ന് കണ്ണുനീരോടെ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രദറെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഹൃദയം അലിഞ്ഞു പോകും. കാരണം ഒരു മദ്യപാനിയുടെ മകനായി ജീവിച്ച് അങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ പ്രയാസം എന്താണെന്നുള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി വന്ന് കരയുമ്പോൾ, പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ എനിക്കറിയാം എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്, ഞെരുക്കം എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു അനുഭവ പരിജ്ഞാനം നൽകാൻ വേണ്ടി ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുടെ കഷ്ടതകളിലൂടെ കടത്തിക്കൊണ്ടുപോയെന്നിരിക്കും. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സകല കഷ്ടതയിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ഒരു ശുശ്രൂഷ പകരാൻ വേണ്ടിയാണ്. തുടർന്ന് നമുക്കത് വായിച്ചു നോക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടതകൾ ഞങ്ങളിൽ വർദ്ധിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരായിത്തീരുന്നു. പൗലോസ് പറയുന്ന കൂടുതൽ ഞങ്ങൾ കഷ്ടം സഹിക്കുന്നത് കൊണ്ട് കൂടുതൽ ആശ്വാസം
പകരുവാനും പ്രാപിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കഷ്ടതയെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്, കഷ്ടതയെ വലിയ കാര്യമാണെന്ന് കാണിക്കുകയല്ല ചെയ്യുന്നത്. കഷ്ടതയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരുന്ന നന്മകൾ എന്താണെന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ പല പരാതികളും മാറിപ്പോകും. അതിനുവേണ്ടി മാത്രമാണ് ഈ വചന സന്ദേശം ഞാൻ നിങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. 6-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അതും നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി തന്നെ. തൽഫലമായി ഞങ്ങൾ സഹിക്കുന്ന അതേ കഷ്ടതകൾ ക്ഷമയോടെ സഹിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കും ലഭിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ എന്ന പോലെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കാളികളാകുന്നുവെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. പൗലോസ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. God sometimes allows us some sufferings into our lives so that we can receive an experiential knowledge to minister to others, to comfort others. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഹൃദയമുണ്ടാകാൻ, കഷ്ടതയിലിരിക്കുന്നവരോടൊരു സിമ്പതി ഉണ്ടാകാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്കൊരു പ്രാപ്തി ലഭിക്കേണ്ടതിന് പലപ്പോഴും ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ ദൈവം കൊണ്ടുപോയി എന്നിരിക്കും. എന്തിനു പറയുന്നു? യേശുവിനെ പോലും, പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനാണ് യേശു എന്ന് പറയുമ്പോൾ, സകലവിധ കഷ്ടാനുഭവങ്ങളിലൂടെയും യേശുവിനെ കൊണ്ടുപോയ ശേഷമാണ് ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയിൽ യേശു അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഇന്ന് ഓടിച്ചെന്നിട്ട്, യേശുവേ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് വീണ്ടും ചില അബദ്ധങ്ങൾ പിടഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞാൽ യേശുവിന് നമ്മളോട് സിമ്പതി കാണിക്കാൻ കഴിയുന്നത് യേശു നമ്മെപ്പോലെ ശരീരത്തിൽ ജീവിച്ച് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അനേകം മടങ്ങ് സഹിച്ച് തീർത്തതുകൊണ്ട് നമ്മളോട് മനസ്സിലാക്കാൻ യേശുവിന് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെയും ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ചില കാര്യങ്ങൾ കൂടെ ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയാം. കഷ്ടതകളിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ് ക്യാൻ ടീച്ച് us so many things. അതുപോലെ തന്നെ ഗോഡ് ക്യാൻ ലീഡ് us to maturity. നമ്മുടെ ജീവിതത്തിൽ ഒരു പരിപക്വത, ഒരു പക്വതയുള്ള മെച്യൂരിറ്റിയുള്ളൊരു ക്യാരക്ടറായി നമ്മൾ മാറണമെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ളതിലൂടെയൊക്കെ നമ്മൾ പോയെങ്കിലേ തീരൂ. റോമർ 5-ാം അധ്യായം 3-4 വാക്യങ്ങളിലൂടെ നമുക്ക് വായിച്ചു നോക്കാം. സംതിങ് റിയലി മാർവലസ് അതിൽ കാണുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കഷ്ടതയിലും നാം ആനന്ദിക്കുന്നു. കഷ്ടതയിലും ആനന്ദിക്കുന്നു. വായ്? കാരണം എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത പരിപക്വതയെയും, പരിപക്വത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടതകളിലൂടെ പോകുമ്പോൾ നമുക്ക് പെർസിവിയറിങ് നേച്ചർ ഉണ്ടാകുന്നു, സഹിഷ്ണുത എന്ന ഒരു ക്വാളിറ്റി ലഭിക്കുന്നു. അതിന് ശേഷം നമുക്ക് പരിപക്വതയും പിന്നീട് പ്രത്യാശയും ലഭിക്കുന്നു. എന്ന് വെച്ച് നമ്മുടെ ക്യാരക്ടർ ക്വാളിറ്റി കഷ്ടതകളിലൂടെ പോകുമ്പോൾ മാറ്റു വർദ്ധിച്ചുകൊണ്ടിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇന്ന് അവൻ്റെ കഷ്ടതയിൽ പങ്കാളികൾ ആകുന്നുവെങ്കിൽ നാം അവൻ്റെ മഹത്വത്തിലും പങ്കാളികളാകും. എന്നിട്ട് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അത്രയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ബ്രദർ, സിസ്റ്റർ, വളരെ ദൈവാത്മ നിറവോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇന്നായിരിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ ഒത്തിരി ഒത്തിരി നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും അതിനെ മാറ്റിമറിക്കാൻ പോവുകയാണ്. എന്നാൽ എന്നീ കഷ്ടതകൾ നിലനിൽക്കുകയുമില്ല. ഇതെല്ലാം കർത്താവ് പരിപൂർണമായി എടുത്തു മാറ്റും. ഒരു വലിയ ദൈവ തേജസ് നിങ്ങളിൽ വെളിപ്പെടാനുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവ് ഒത്തിരി ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് വേഗത്തിൽ ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം.
ഈ ആൻറ്റിയുടെ പേര് ഫിലോമിൻ എന്നാണ്. തനിക്ക് 60 വയസ്സുണ്ട്. പനങ്ങാട് നിന്നാണ് വരുന്നത്. ഈ ആൻറ്റിയുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളിൽ ദൈവം ഇവരെ അനുഗ്രഹിച്ചു. 2 രോഗസൗഖ്യമാണ് നടന്നത്. 1 ഒരു കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ചു. ഈ ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് തൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. 2 വർഷത്തോളമായിരുന്നു. ഡോക്ടറെ പോയി കണ്ടു, സ്കാൻ ചെയ്തായിരുന്നു. ഡോക്ടർ പറഞ്ഞത് അത് ഉള്ളിലല്ല, പുറത്തായതുകൊണ്ട് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് പോകുന്നില്ലായിരുന്നു. ആൻറ്റിക്ക് ഇത് ഉള്ളത് കൊണ്ട് വല്ലാത്ത വേദനയായിരുന്നു. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് വീട്ടിൽ ജോലികൾ എടുക്കാൻ പറ്റില്ല. വീട്ടിൽ ഒരു ജോലി എടുക്കാൻ പറ്റില്ല, കൈകൾ അനക്കി ഒന്നും ജോലി എടുക്കാൻ പറ്റത്തില്ല എന്ന്. കാരണം അതുപോലെ വേദനയായിരുന്നു. ആൻറ്റി പറഞ്ഞ 2011 ഈ ആൻറ്റി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്നാണെന്ന് ഓർക്കുന്നില്ല, പക്ഷേ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രദർ ഡാമിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ തൻ്റെ ഈ ചെസ്റ്റിൽ മുഴകളുള്ള വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ആ സമയത്ത് തൻ്റെ ശരീരത്തിലൂടെ എന്ത് തരിച്ചിറങ്ങുന്ന മാതിരി തോന്നി, തൻ്റെ ശരീരം തണുക്കുന്നത് മാതിരി തോന്നി. പിന്നീട് സംഭവിച്ചത് തന്നെ പതിയെ അത് ചെറുതായി ചുരുങ്ങുവാൻ തുടങ്ങി. ഇപ്പോൾ അത് പൂർണ്ണമായും അതവിടെ ഇല്ല. അത് പൂർണ്ണമായും ഒരു ഓപ്പറേഷന് വേണ്ടി വന്നില്ല, ഒന്നും വേണ്ടി വന്നില്ല. യേശു കർത്താവ് എടുത്തു മാറ്റി. 2ാമത്തെ രോഗസൗഖ്യമെന്ന് പറയാൻ 40 വർഷമായി, ഏകദേശം 20 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ മുട്ടുകാലിൻ്റെ വേദനയാണ്. കാരണം ആൻറ്റി പറയുന്നത് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ തൻ്റെ കാലിൽ നീര് വന്ന് കൂടുവാൻ തുടങ്ങി. ആൻറ്റി പറഞ്ഞത് മന്ത് പോലെ 2 കാലും വീർത്തിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല, വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അതും 2011 നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ബ്രദർ ഡാമിൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, 2 കാലിലും ഇരുന്നിട്ട് 2 കാലിലും ബുദ്ധിമുട്ടുള്ള നീര് വരുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വൈകിട്ട് തന്നെ തൻ്റെ കാലിൽ നിന്നും നീര് പൂർണ്ണമായി മാറി, എല്ലാം മാറി. ആൻറ്റിക്ക് അത് സൗഖ്യമായി. 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ഒരു മകൻ്റെ പ്രവൃത്തി മുഖാന്തരമാണ് ആ മകൻ ആ വീട് വിട്ട് പോയി. അതുകൊണ്ട് ഒരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൻറ്റി പറഞ്ഞത് ബ്ലെസ്സിങ് ടുഡേ സ്ഥിരമായി കാണുന്നത് കൊണ്ട്, അതിലൂടെ ആ വചനം കേൾക്കുന്നത് കൊണ്ട്, അതിൽ പ്രാർത്ഥന താനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പതുക്കെ ഇവരുടെ ഉള്ളിലേക്ക് ദൈവസമാധാനം വരാൻ തുടങ്ങി. ആ കുടുംബത്തിൽ സമാധാനമുണ്ടായി. തൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നിൽക്കുന്നതാണ് തൻ്റെ ഭർത്താവ്. പൂർണ്ണമായും ദൈവം അവർ കുടുംബത്തിന് സമാധാനം കൊടുത്തു. ഈ 3 കാര്യത്തിലും യേശു കർത്താവ് ഇവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 2 രോഗസൗഖ്യവും ഭവനത്തിനകത്തുള്ള സമാധാനം. യേശു വന്നാലുള്ള പ്രത്യേകത ഇതാണ്, എല്ലാറ്റിലും ഒരു വലിയ സമൃദ്ധി കർത്താവ് നൽകി തരും. എത്ര പേർ ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറയും? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദിവസങ്ങളിലെ വചന ശുശ്രൂഷയിൽ കേട്ട എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൈഫിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും ഒന്നിലും വീണു പോകാതെ, തളർന്നു പോകാതെ, പ്രത്യാശയോടുകൂടെ നിന്ന് ദൈവമേ ക്യാരക്ടറിൽ വളരുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി യേശുവിന് പ്രയോജനപ്പെടുന്നവരായി ഇവരുടെ ജീവിതം പണിയപ്പെടട്ടെ. അപ്പോൾ തന്നെ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ, സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. ത്രോട്ടിൻ്റെ പ്രയാസങ്ങൾ, അഡ്നോയിഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടോൺസിലൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ വാൽവിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ രോഗങ്ങളും ദീനങ്ങളും മാറിപ്പോകട്ടെ. ദൈവിക രോഗസൗഖ്യം ജനങ്ങളിൽ ഇപ്പോൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ. സ്കിൻ ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. പേരെടുത്ത് പറയപ്പെടാവുന്ന എല്ലാ രോഗങ്ങളുടെ മേലൊരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവിക രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പുറപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ വളരെ 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 ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ചില എപ്പിസോഡുകളുമായി
ബ്ലെസ്സിംഗ് ടുഡേ വീണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നു. സീ യു അഗെയിൻ. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യഹൂദയിൽ തന്റെ അപ്പനായ ഹെറോദിന് പകരം രാജാവായത് ആര്? ദ കിങ് ഹു വാസ് reigning in Judea in place of his father Herod. Options: A. Nebuchadnezzar, B. Ahaz, C. Archelaus, D. Hoshea. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓയൻ ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.